നമസ്കാരം. പാകിസ്ഥാൻ എന്ന രാജ്യം ലോകത്തിന് തന്നെ ശല്യമായി മാറുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം പാകിസ്ഥാനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയാണ് പാകിസ്ഥാനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. തീർത്ഥാടനത്തിന്റെ മറവിൽ സൗദി അറേബ്യയിലേക്ക് പാകിസ്ഥാൻ യാചകർ എത്തുന്നുണ്ട്. കണക്കുകൾ പ്രകാരം യാചകരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സൗദി ഭരണകൂടം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. വിഷയത്തിൽ പാകിസ്ഥാൻ ഉദാസീനമായ മനോഭാവമാണ് കാണിക്കുന്നതെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സൗദി പറഞ്ഞിട്ടുണ്ട്. യാചകർ എങ്ങനെയാണ് സൗദിയിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചാൽ, ഉംറ, ഹജ്ജ് തീർത്ഥാടന കേന്ദ്രങ്ങളുടെ മറവിലാണ് പാകിസ്ഥാനിൽ നിന്നും യാചകർ സൗദിയിലെത്തുന്നത്. ഉംറ വിസയിലെത്തുന്ന പാകിസ്ഥാൻ യാചകർ പിന്നീട് അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ഭിക്ഷാടനം നടത്തി വരികയാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ പാകിസ്ഥാനി ഉംറ, ഹജ്ജ് തീർത്ഥാടകരെ പ്രതികൂലമായി ബാധിക്കുമെന്നും സൗദി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തീർത്ഥാടന യാത്രകൾ എളുപ്പമാക്കുന്നതിനും സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുന്നതിനുമായി ഉംറ ആക്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന് പാകിസ്ഥാൻ മതമന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അനുമതിയില്ലാതെ ഹജ്ജ് നടത്തുന്നതിനെതിരെ കഴിഞ്ഞ മെയ് മാസത്തിൽ ഹദ്വ നിയമം സൗദി അറേബ്യ നടപ്പിലാക്കിയിരുന്നു. ഇത് ലംഘിക്കുന്നവർക്ക് ഏകദേശം 10,000 റിയാൽ അല്ലെങ്കിൽ 2.22 ലക്ഷം രൂപ പിഴയും നാടുകടത്തലും ശിക്ഷയായി നൽകുമെന്നും ഉത്തരവിൽ പറയുന്നു. സൗദിക്ക് പുറമെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും പാകിസ്ഥാൻ തലവേദനയാകുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള പ്രവാസികളുടെ പെരുമാറ്റത്തിലും ജോലിയിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലെങ്കിൽ UAE, ഖത്തർ, കുവൈറ്റ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതായത് പാകിസ്ഥാനികളുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത കുറവ്, തൊഴിലിനോടുള്ള മനോഭാവം, ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പ്രധാന പ്രശ്നങ്ങളെന്ന് റിപ്പോർട്ടുകൾ എടുത്തു കാണിക്കുന്നു. GCC രാജ്യങ്ങൾ അറിയിച്ചതനുസരിച്ച് 50% കുറ്റകൃത്യങ്ങളിലും പാകിസ്ഥാനികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ വീഡിയോകൾ അനുമതിയില്ലാതെ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് പാകിസ്ഥാനികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള നഴ്സുമാർ ജോലിയുമായി ബന്ധപ്പെട്ട ചില ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുന്നതായും കുവൈറ്റ് നേരത്തെ അറിയിച്ചിരുന്നു. കൂടാതെ അവർ പ്രാദേശിക ഭാഷ പഠിക്കുന്നില്ലെന്നും രാജ്യത്ത് 6 മാസം ജോലി ചെയ്ത ശേഷം യൂറോപ്പിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനു പുറമെ പാകിസ്ഥാൻ തൊഴിലാളികൾ ജോലിക്കിടെ സുരക്ഷാ ഹെൽമറ്റ് ധരിക്കാൻ വിസമ്മതിക്കുന്നുവെന്നും ഖത്തറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നു. 2023 സെപ്റ്റംബറിൽ പാകിസ്ഥാൻ ഭിക്ഷാടകർ ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് തീർത്ഥാടനം എന്ന പേരിൽ യാത്ര ചെയ്യുകയും തുടർന്ന് ഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുവെന്ന് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഈ രാജ്യങ്ങളിൽ അറസ്റ്റിലായ ഭിക്ഷാടകരിൽ 90% പാകിസ്ഥാൻ പൗരന്മാരാണ്. ഏകദേശം 2 ദശലക്ഷം പാകിസ്ഥാനികൾ സൗദി അറേബ്യയിൽ താമസിക്കുന്നുണ്ടെന്നും ഓരോ വർഷവും 4 ലക്ഷം പേർ രാജ്യത്തേക്ക് വരുന്നുണ്ടെന്നും വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും സൗദി അറേബ്യ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഭിക്ഷാടകരെയും രോഗികളെയും അയക്കരുതെന്ന് സൗദി അധികൃതർ പാകിസ്ഥാനോട് താക്കീത് ചെയ്തു കഴിഞ്ഞു. ഇന്ത്യക്ക് മാത്രമല്ല, ലോകരാജ്യങ്ങൾക്ക് പോലും ശല്യമായി മാറുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. സദാ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ ലോകം ആട്ടിയകറ്റുകയാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.